ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ബർഗർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ചിക്കൻ പാറ്റീസ് നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഓരോരുത്തർ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു ചെറിയ സവാള തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു 3 വറ്റൽമുളക്, കുറച്ച് ഒരു 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ആ മിക്സിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടുള്ള ഇല്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ മിക്സ് റെഡിയായി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒറിഗാനോ, കുറച്ച് മുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മുട്ട അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് ആ ഒരു ചിക്കൻ പാറ്റീസിൻ്റെ ആ ഒരു ഷേപ്പ് പൊട്ടി പോകാണ്ടൊക്കെ കിട്ടാനായിട്ട് ആ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസും കൂടിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന ആ ഒരു ബണ്ണിൻ്റെ ആ ഒരു വട്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ചിക്കൻ പാറ്റീസിൻ്റെ വട്ടം റെഡിയാക്കി എടുക്കാനായിട്ട്. കട്ടി ഒത്തിരി കൂടുതൽ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം എടുക്കും അത് ഫ്രൈ ചെയ്ത് വരാനായിട്ട്. അങ്ങനെ ഞാനിവിടെ 4 ചിക്കൻ പാറ്റീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പാറ്റീസ് ആ മുട്ടയുടെ മിക്സിലൊന്ന് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കുന്ന കോട്ട് ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സിൽ റോൾ ചെയ്തു. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ പാറ്റീസ് അത് ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്കതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പാറ്റീസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറമേ കോട്ടിങ് മുരിഞ്ഞു വരും, എന്നാൽ ഉള്ളിലോട്ട് വേവായിട്ട് വരില്ല കേട്ടോ, വെന്ത് വരില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് അവിടെ ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഒരു സൈഡായി, അങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായി കുക്കാവും പുറമേയൊക്കെ നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബർഗറിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ബണ്ണ് കടയിൽ നിന്നും വാങ്ങിയതെടുത്ത്, അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ബർഗർ ബണ്ണ് നമുക്ക് കിട്ടും, അല്ലാതെ കട്ട് ചെയ്യാത്ത ഇതുപോലത്തെ ബർഗർ ബണ്ണും കിട്ടും. അപ്പോൾ ഏതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ കട്ട് ചെയ്യാത്ത ബർഗർ ബണ്ണാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കത്തി വെച്ചിട്ട് അതൊന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബർഗർ ബണ്ണ് നമ്മൾ മുറിച്ചെടുത്തു. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബർഗർ ബണ്ണ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ബട്ടറിലൊന്നത് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഉൾഭാഗം മാത്രം മൊരിയിച്ചെടുത്താലും മതി. ഇപ്പോൾ 2 സൈഡ് നിങ്ങൾക്ക് മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ബണ്ണ് ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ബണ്ണ് മുരിച്ചിട്ടുള്ള ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഇത് ഈ ബർഗറിലേക്ക് ആഡ് ചെയ്യേണ്ട വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് തക്കാളിയും സവാളയും അതുപോലെ ക്യാപ്സിക്കം ഒന്ന് ചൂടാക്കി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റും സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അത് എന്നിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ പാറ്റീസും അതിന് മുകളിൽ ഒരു സ്ലൈസ് ചീസും വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് അടച്ച് വെയിറ്റ് ചെയ്യുക, ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ ചീസ് ഒന്ന് മെൽറ്റായി വരും. അങ്ങനെ നമ്മൾ ബർഗറിലേക്ക് വെക്കാനുള്ള ചിക്കൻ പാറ്റീസും ചീസും റെഡിയാക്കി എടുത്തു. അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് മുളക് പൊടിയും ഒറിഗാനോയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മൾ ബർഗറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ മൊരിയിച്ച് വെച്ചിട്ടുള്ള ബട്ടറിൽ മൊരിയിച്ച് വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ ഒരു സ്ലൈസ് എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ചിക്കൻ പാറ്റീസും ചീസിൻ്റെ സ്ലൈസും വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ളത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആദ്യം കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് അതിന് മുകളിൽ ചിക്കൻ പാറ്റീസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ചിക്കൻ പാറ്റീസ് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ആ ഒരു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സവാളയൊക്കെ. ഇപ്പോൾ സോട്ട് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ സോട്ട് ചെയ്തതും സോട്ട് ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോയും സവാളയും നമ്മളതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാപ്സിക്കൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ആ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ലെയർ ചീസും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചേദാർ ചീസിൻ്റെ സ്ലൈസ് വെക്കണമെങ്കിൽ അതും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ആ ഒരു പീസ് ബണ്ണ് വെച്ചിട്ട് നമ്മളതിന് മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഗർ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇത് ഇനി ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഒന്നിട്ടിട്ട് അതിൽ വെച്ചൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും നല്ല രസമായിട്ട് എല്ലാം ചീസൊക്കെ ഒന്നുകൂടി മെൽറ്റായി നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.